കൊച്ചിയിൽ ജോസ് ജംഗ്ഷനിൽ കൊത്തേറ്റ് മരണപ്പെട്ട ആ വ്യക്തിയെ തിരിച്ചറിഞ്ഞു എന്നുള്ള വിവരമാണ് ഈ മണിക്കൂറുകളിൽ ഈ മിനിറ്റിൽ ഏറ്റവും പുതിയതായി ലഭിക്കുന്നത്. ആ വാർത്തയിലേക്ക് പോവുകയാണ്. ടി അശ്വതി മോൾ വീണ്ടും ചേരുന്നു. അശ്വതി, ആ വാർത്തയുമായി ബന്ധപ്പെട്ട് കുറേ അപ്ഡേറ്റുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. വിഷ്ണാടത്തിലെ തർക്കമാണ് കത്തിക്കുത്തിലേക്ക് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശിയാണ് കുത്തേറ്റ് മരിച്ചത് എന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇതുമായി ചേർത്ത് വായിക്കാൻ കഴിയുന്ന മറ്റു വിവരങ്ങൾ? അജി, എറണാകുളം സൗത്ത് MG റോഡ് ജോസ് ജംഗ്ഷന് സമീപത്താണ് ഇന്ന് പുലർച്ചെ ഈ സംഭവം നടന്നത്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള സാബു ആണ് കുത്തേറ്റ് മരിച്ചത്. സാബുവിനെ കൊലപ്പെടുത്തിയ ശേഷം പ്രതിയായിട്ടുള്ള റോബിൻ എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. പക്ഷേ ഈ MG റോഡിലെ ജോസ് ജംഗ്ഷൻ എന്ന് പറയുന്നത് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്നതാണ്. ഇയാളെ നോർത്ത് പോലീസ് പ്രതിയെ എറണാകുളം സെൻട്രൽ പോലീസിന് കൈമാറുകയായിരുന്നു. ഈ റോബിൻ എന്നയാൾ മട്ടാഞ്ചേരി സ്വദേശിയാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ ഭിക്ഷ യാചിക്കുന്നവർ തമ്മിലുള്ള സംഘർഷമാണ് കലാശിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ഈ മരിച്ച തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള സാബുവിന്റെ മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രതി റോബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഇയാളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അജി, അപ്പൊ തന്നെ ഈ പ്രതി കീഴടങ്ങുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്താണ് അതുമായി ലഭിക്കുന്ന വിവരം? പ്രതി നേരിട്ട് ഏറ്റവും തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നോർത്ത് പോലീസ് സ്റ്റേഷനാണ്. അപ്പോൾ അങ്ങോട്ടാണ് പ്രതി ആദ്യം പോയത്. പക്ഷേ ജോസ് ജംഗ്ഷൻ വരുന്നത് സൗത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അതുകൊണ്ട് നോർത്ത് പോലീസ് തന്നെ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അതുകൊണ്ട് നോർത്ത് പോലീസ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് ഇയാളെ കൈമാറുകയായിരുന്നു. എന്തായാലും കേസ് രജിസ്റ്റർ ചെയ്ത് മറ്റ് വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഒരു സാധാരണ ഈ ഭിക്ഷ യാചിക്കുന്നവർ തമ്മിലുള്ള ഒരു തർക്കമാണ് ഇതിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഈ വിഷയത്തിൽ പോലീസ് മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനി സാബുവിന്റെ ബന്ധുക്കളെ ഒക്കെ കണ്ടെത്തി ഈ മൃതദേഹം കൈമാറേണ്ട സാഹചര്യമൊക്കെയുണ്ട്. ഇയാളെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ഇയാളുടെ മൃതദേഹം കൈമാറുക. എന്തായാലും ജനറൽ ആശുപത്രിയിലാണ് ഇയാളെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ജനറൽ ആശുപത്രിയിലാണ് ഈ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയതിനു ശേഷമായിരിക്കും തമിഴ്നാട്ടിലെ ബന്ധുക്കൾ അങ്ങനെ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർക്ക് ഈ മൃതദേഹം കൈമാറുക. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഈ മൃതദേഹം ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ഉള്ളത്. അജി, ശരി. ടി അശ്വതി, ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഈ മണിക്കൂറുകളിൽ തന്നെ അശ്വതിയിലേക്ക് തിരികെ എത്താം.